സംഭൽ കലാപത്തെക്കുറിച്ച് 450 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് 3-അംഗ സമിതി. സ്ഥലത്ത് പുരാതന ക്ഷേത്രം നിലനിന്നിരുന്നതിന് തെളിവുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിപുരാതനമായ ഹരിഹർ ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത്. സംഭാലിൽ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി കുറയുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിച്ചത്. സംഭാൽ അതിക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ സംഘർഷം നടന്നിരുന്നു. ആ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള സാഹചര്യവും ഉണ്ടായത്. കോടതി നിർദ്ദേശപ്രകാരം സർവേക്കെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ സംഭാലിൽ തടിച്ചുകൂടിയ ആളുകൾ തടയുകയും വലിയ അതിക്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ജിഷ്ണു കൃഷ്ണൻ, വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. നിർണായകമായ പല വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നിലിമ, 2024 നവംബറിൽ സംഭൽ മസ്ജിദിൽ നടന്നിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച ജുഡീഷ്യൽ സമിതിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ നിലവിൽ നവംബറിൽ നടന്നിട്ടുള്ള സംഭൽ സംഘർഷം, ഒപ്പം ആ മേഖലയിൽ ഇത്തരം സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്ന കാരണം, ജമാ മസ്ജിദിൻ്റെ ചരിത്രം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഗുരുതരമായിട്ടുള്ള ചില വസ്തുതകൾ, മേഖലകളിൽ ഹിന്ദു ജനസംഖ്യയിൽ വന്നിട്ടുള്ള ക്രമാതീതമായിട്ടുള്ള കുറവ്, ആ മേഖലയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 45% ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു, 55% മുസ്ലിമുകൾ. നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ 15% കുറഞ്ഞെന്നും മുസ്ലിം ജനസംഖ്യ 85%-ലെത്തി. അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപകമാണ്. സംഭലിൽ 2024 നവംബറിൽ നടന്നിട്ടുള്ള സംഘർഷത്തിന് പുറമെ 15 കലാപങ്ങൾ മേഖലയിൽ നടന്നിട്ടുണ്ട് തുടങ്ങിയ ഗൗരവമുള്ള വസ്തുതകളും വിവരങ്ങളുമാണ് കമ്മീഷനായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയുള്ളത്. മുൻ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിയാണ് UP മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികളുണ്ടാകും. ഒപ്പം ഈ സംഭൽ ജമാ മസ്ജിദ്, ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ട് മുഗൾ കാലഘട്ടത്തിൽ അവിടെ മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നുവെന്നും ആ പ്രദേശം പൂർണ്ണമായും ഹൈന്ദവ ജനതയുടെ ആരാധന അവകാശത്തിന് വേണ്ടി വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ജില്ലാ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട മസ്ജിദ് സർവേ നടത്താൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴായിരുന്നു 2024 നവംബറിൽ അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ആക്രമിക്കുകയും പിന്നീട് നടന്നിട്ടുള്ള സംഘർഷത്തിലും വെടിവെപ്പിലും 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി ഹിന്ദു ഭവനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ആ കലാപവുമായി ബന്ധപ്പെട്ട, ആ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതി അന്വേഷിക്കുകയും സംഘർഷം ആസൂത്രിതമാണെന്നും തീവ്ര ഇസ്ലാമികളുടെ പ്രവർത്തനം വ്യാപകമാണെന്നും അവിടുത്തെ ഹിന്ദു ജനസംഖ്യ 45%-ൽ നിന്ന് 15% എത്തിയെന്നും ജമാ മസ്ജിദിൽ ഹൈന്ദവ ആരാധനാവകാശം തേടിയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വാദത്തിന് അടിസ്ഥാനമുണ്ടെന്നും ജുഡീഷ്യൽ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തീർച്ചയായും നിലവിൽ കോടതിയിലുള്ള കേസിനെ, കോടതിക്ക് മുന്നിൽ ഹൈന്ദവ സമൂഹം സമർപ്പിച്ചിട്ടുള്ള ഹർജിയിന്മേലുള്ള വാദത്തിന് ഈ ജുഡീഷ്യൽ റിപ്പോർട്ടും സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലിമ, ശരി. സംഭലിൽ അതീവ നിർണായകമായ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് യോഗി ആദിത്യനാഥിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.